നമ്മളിപ്പോൾ സീനിനെ പറ്റി സി ഔട്ടിനെ പറ്റിയൊക്കെ പഠിച്ചല്ലേ. അപ്പോൾ നമ്മൾ ഒരു വാല്യൂ എങ്ങനെ യൂസറുടെ നിന്ന് വാങ്ങിയിട്ട് അത് ഡിസ്പ്ലേ ചെയ്യണമെന്ന് പഠിച്ചു സീനിനെ ഉപയോഗിച്ചിട്ട്. അപ്പോൾ നമ്മൾ അതിൽ മെൻഷൻ ചെയ്തൊരു കാര്യമാണ് വാരിയബിൾ എന്നുള്ളത്. അപ്പോൾ എന്താണ് ആക്ച്വലി വാരിയബിൾ? വാരിയബിൾ എന്ന് പറയുന്നത് നമ്മുടെ വാല്യൂ സ്റ്റോർ ചെയ്യുന്ന ഒരു ബോക്സ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. ഈ ബോക്സിന് ഒരു പേരും ഉണ്ടാവും. നമുക്ക് കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറയാം, അല്ലെങ്കിൽ ജനറൽ ടേംസിൽ പറയുകയാണെങ്കിൽ നമ്മുടെ അടുക്കളയില്ലേ, നമ്മുടെ അടുക്കളയിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സാധനങ്ങൾ സ്റ്റോർ ചെയ്യും. ഇപ്പോൾ എണ്ണ സ്റ്റോർ ചെയ്യും, പൊടികൾ സ്റ്റോർ ചെയ്യും, സ്പൈസസ് സ്റ്റോർ ചെയ്യും. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ അടുക്കളയിൽ സ്റ്റോർ ചെയ്യും. ഈ സ്റ്റോർ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ഡേറ്റാസ് നമ്മൾ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് വാരിയബിൾ എന്നുള്ളത്. നമ്മൾ അടുക്കളയിൽ കുറേ സാധനങ്ങൾ സ്റ്റോർ ചെയ്യുമ്പോൾ അത് മാറിപ്പോകാതിരിക്കാൻ അതിനിപ്പോൾ നമ്മൾ അതിന് പേരും കൊടുക്കും. ഇപ്പോൾ ചില്ലി പൗഡർ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അങ്ങനെ ഓരോ പേരും അതിന് കൊടുക്കും. അതുപോലെ തന്നെ നമ്മുടെ വാല്യൂസിനെ ഡേറ്റാസിനെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വാരിയബിളിന് നമുക്ക് പേര് കൊടുക്കാൻ സാധിക്കും. പക്ഷെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ അടുക്കളയിൽ ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് സാധനങ്ങൾ, എണ്ണ, പൊടി എന്നുള്ളതൊക്കെ, നമുക്കിപ്പോൾ എണ്ണയുടെ ഓയിൽ ഒഴിക്കുന്ന കുപ്പി ഇല്ലെങ്കിൽ അതിൽ പൊടി ഇട്ട് വെച്ചാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ കമ്പ്യൂട്ടറിൽ അങ്ങനെയല്ല. നമ്മൾ പറഞ്ഞു കമ്പ്യൂട്ടർ മണ്ടനാണ്, വ്യക്തമായ രീതിയിലുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണമെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടറിൽ നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ C++ൽ നമ്മൾ ഡേറ്റ സേവ് ചെയ്യുമ്പോൾ ഏത് ടൈപ്പ് ഡേറ്റയാണ് എന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്തേ പറ്റൂ. നമുക്ക് ഇൻ്റർചേഞ്ച് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഡിജിറ്റ്സ് ആണെങ്കിൽ നമ്മൾ ഇൻറ്റിജർ ഉപയോഗിക്കാൻ പറ്റും, വേർഡ്സ് ആണെങ്കിൽ അതിന് നമുക്ക് സ്ട്രിങ് ഉപയോഗിക്കാൻ പറ്റും, ഇപ്പോൾ ഒറ്റ ക്യാരക്ടർ ആണെങ്കിൽ നമുക്ക് ക്യാർ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഓരോന്നിനും ഡിഫറെൻറ്റ് ടൈപ്പുള്ള ഡേറ്റ ടൈപ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു വാരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ വാരിയബിളിൻ്റെ നെയിം എന്താണ്, ഡേറ്റ ടൈപ്പ് എന്താണെന്ന് പറയും. ഇപ്പോൾ നമ്മൾ നമ്മുടെ പ്രോഗ്രാമിങ്ങിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്, എന്താണ് എഴുതിയിരിക്കുന്നത്, സ്ട്രിങ് നെയിം എന്ന് എഴുതിയിട്ടുണ്ട്. ഈ സ്ട്രിങ് എന്ന് പറയുന്നത് ആ ഡേറ്റ ടൈപ്പും, അതായത് C++ൽ അലോ ചെയ്തേക്കുന്ന ഒരു ടൈപ്പാണ് സ്ട്രിങ് എന്ന് പറയുന്നത്. നെയിം എന്ന് പറയുന്നത് ആ വാരിയബിളിന് നമ്മൾ കൊടുത്ത പേരാണ്. എനിക്കിപ്പോൾ ഈ വാരിയബിളിന് നെയിം എന്ന് മാത്രമാണോ പേര് കൊടുക്കാൻ പറ്റുക? ഇപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള എന്ത് പേര് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ എനിക്ക് നെയിം എന്നുള്ളതിന് പകരം യൂസർ എന്ന് ഞാൻ കൊടുക്കാൻ പോവാണ്. സ്ട്രിങ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പിൽ യൂസർ എന്ന് പറയുന്ന വാരിയബിളാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇനി കിട്ടാൻ പോകുന്നത് ഒരു എറർ ആയിരിക്കും. കാരണം നെയിം വാസ് നോട്ട് ഡിക്ലെയർഡ് ഇൻ ദി സ്കോപ്പ്. ഓക്കെ, ഇപ്പം ഞാൻ എന്താ ചെയ്ത്, നെയിം എന്ന് പറയുന്ന വാരിയബിളിലോട്ടാണ് ഈ യൂസറിൻ്റെ ഇപ്പോൾ പ്ലീസ് എൻ്റർ യുവർ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നത്, നമ്മൾ യൂസർ എൻ്റർ ചെയ്യേണ്ട പേര് നെയിം എന്ന് പറയുന്ന വാരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞു കൊടുത്തേക്കുന്നത്. പക്ഷെ നെയിം എന്ന് പറയുന്ന ഒരു വാരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടോ? ഇല്ല. നമ്മൾ എന്താണ് ചെയ്തേക്കുന്നത്, സ്ട്രിങ്ങിൽ യൂസർ എന്ന് പറയുന്ന ഒരു വാരിയബിളാണ് ഡിക്ലെയർ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് എററില്ലാണ്ട് ചെയ്യാനായിട്ട് സീനിൽ നമ്മൾ എന്ത് വാരിയബിളാണോ ഡിക്ലെയർ ചെയ്ത് ആ നെയിം തന്നെ യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ യൂസർ എന്ന് ഉപയോഗിച്ചു. അതിനുശേഷം സി ഔട്ടിലും ഞാൻ ഹലോ പറഞ്ഞ എന്താണ്, യൂസർ എന്നുള്ളതിലും ഡേറ്റയാണ് എനിക്ക് കാണിക്കേണ്ടത്. അപ്പോൾ അവിടെ ഞാൻ യൂസർ എന്ന് ഉപയോഗിച്ചു. എന്നിട്ട് ഞാൻ റണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ കറക്റ്റ് റണ്ണായി. പ്ലീസ് എൻ്റർ യുവർ നെയിം എന്ന് തോന്നുന്നു. അപ്പോൾ നെയിം ഞാനിവിടെ കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ പേര് കൊടുക്കാൻ പോകുന്നത് അനീഷ് എന്നാണ്. അനീഷിന് പേര് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ വരാൻ പോകുന്നത് എന്താണ്, ഹലോ അനീഷ് എന്ന് എനിക്ക് കറക്റ്റായിട്ട് ഔട്ട്പുട്ട് കിട്ടി. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എന്ത് പേരാണ് വാരിയബിളിന് കുറച്ച് നെയിമിങ് റൂൾസ് ഉണ്ട്. പക്ഷെ പൊതുവായിട്ട് നമ്മൾ എന്ത് പേര് കൊടുത്താലും ആ കൊടുക്കുന്ന പേര് തന്നെയാണ് നമ്മൾ ബാക്കി അവസരങ്ങളിൽ ഉപയോഗിക്കേണ്ടത്. ഞാനിവിടെ സ്ട്രിങ് എന്നുള്ള ഡാറ്റ ടൈപ്പ് ഉപയോഗിക്കാൻ കാരണം എന്താണ്, ഞാനിപ്പോൾ കൊടുത്ത വാല്യൂ എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ പേരാണ്. ഇപ്പോൾ സ്റ്റെഫിൻ ആവട്ടെ, അഭിഷേക് ആവട്ടെ, അനീഷ് ആകട്ടെ, ഇതൊക്കെ വേർഡ്സ് ആണ്. അപ്പോൾ ഈ വേർഡ്സ് നമുക്ക് സേവ് ചെയ്യാൻ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഡേറ്റ ടൈപ്പാണ് സ്ട്രിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇനി എനിക്ക് ഡിജിറ്റ്സ് ആണ്, ഇപ്പോൾ 1 2 3 എന്നുള്ള ഒരു ഡിജിറ്റ്സ് ആണ് എനിക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ അതിന് ഞാൻ ഉപയോഗിക്കുന്നത് ഇൻറ്റിജർ ആയിരിക്കും. ഇൻറ്റിജറിന് പറയുന്ന ഡേറ്റ ടൈപ്പിൻ്റെ പേരാണ് ഇൻറ്റ് എന്നുള്ളത്. അങ്ങനെ ഏത് ഡേറ്റയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അതനുസരിച്ചിട്ടുള്ള ഡേറ്റ ടൈപ്പാണ് നമ്മൾ പ്രോഗ്രാമിങ്ങിൽ ഉടനീളം ഉപയോഗിക്കുക. നമ്മളിപ്പോൾ സ്ട്രിങ് ഡാറ്റ ടൈപ്പിനെ പറ്റി പഠിച്ചു അല്ലേ. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഇൻറ്റ് ഡാറ്റ ടൈപ്പ്. ഇൻറ്റിജർ എന്നതിൻ്റെ ഷോർട്ട് ഫോം ആണ് ഇൻറ്റ് എന്ന് പറയുന്നത്. ഈ ഇൻറ്റ് ഡാറ്റ ടൈപ്പിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന വാല്യൂസ് എന്ന് പറയുന്നത് സീറോസും നെഗറ്റീവ് നമ്പേഴ്സും പോസിറ്റീവ് നമ്പേഴ്സും ഒക്കെയാണ്. അതായത് ഹോൾ നമ്പേഴ്സ് ആണ് നമുക്ക് ഇൻറ്റ് ഡാറ്റ ടൈപ്പിൽ ആഡ് ചെയ്യാൻ സാധിക്കുക. ഈ ഡെസിമൽ നമ്പേഴ്സ്, അത് ഫ്രാക്ഷൻ നമ്പേഴ്സ് ആയിട്ടുള്ള ഇപ്പോൾ ഡെസിമൽ പോയിന്റ് വെച്ച് പറയുന്നത് 25.64 അല്ലെങ്കിൽ 25.74 അങ്ങനെയുള്ള നമ്പേഴ്സ് ഒന്നും തന്നെ നമുക്ക് ഇൻറ്റിൽ ഉപയോഗിക്കാൻ പറ്റില്ല. ഇൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഏജ്, ഇപ്പോൾ എനിക്ക് 24 വയസ്സാണ്, ആ 24 നമുക്ക് സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ 3 ആപ്പിൾ ഉണ്ട്, ആ 3 നമുക്ക് സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കാം. അങ്ങനെ ഹോൾ നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാനാണ് നമ്മൾ ഇൻറ്റ് ഉപയോഗിക്കുന്നത്. ഇൻറ്റിൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് -2 ബില്യൺ മുതൽ
2 ബില്യൺ നമ്പർ വരെയാണ് ഒരു സാധാരണ സിസ്റ്റത്തിൽ ഇൻറ്റിൻ്റെ റേഞ്ച് വരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു ഇൻറ്റ് ഡാറ്റ ടൈപ്പ് ഡിക്ലെയർ ചെയ്യുന്നത് നോക്കാം. നമ്മൾ സ്ട്രിങ് ചെയ്ത പോലെ തന്നെ ആദ്യം നമ്മൾ നമ്മുടെ കീവേഡ് ആയിട്ടുള്ള ഇൻറ്റ് എന്നുള്ള ടൈപ്പ് ചെയ്യും. അതിനുശേഷം എന്താണോ നമ്മുടെ വാരിയബിൾ നെയിം, അതായത് നമ്മൾ ഏജ് എന്നാണ് ഞാനിപ്പോൾ ഈ വാരിയബിൾ നെയിം കൊടുക്കാൻ പോകുന്നത്, അത് നമ്മൾ ഡിക്ലെയർ ചെയ്യും. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാലാണ് ഇൻറ്റ് എന്ന് പറയുന്ന, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുന്നത്, കമ്പ്യൂട്ടർ നമുക്ക് ഒരു ഇൻറ്റിജർ വാല്യൂ സ്റ്റോർ ചെയ്യാനുള്ള ഒരു സ്പേസ് അലോക്കേറ്റ് ചെയ്യും. എന്നിട്ട് അതിന് ശേഷം ആ സ്പേസിന് ഒരു പേര് കൊടുക്കും. എന്താണ് പേര്? നമ്മൾ കൊടുത്തിട്ടുള്ള ഏജ് എന്നുള്ളതാണ് അതിൻ്റെ പേര്. ഇപ്പോൾ നമുക്ക് മെമ്മറിയിൽ ഏജ് എന്ന് പറയുന്ന ഒരു സ്ഥലം അവൈലബിൾ ആണ്. ആ ഏജ് എന്ന് പറയുന്നതിലേക്ക് ഞാൻ എൻ്റെ ഏജ് സ്റ്റോർ ചെയ്യാൻ പോവാണ്. അതായത് ഇപ്പോൾ എൻ്റെ ഏജ് എന്ന് പറയുന്നത് 24 അപ്പോൾ ഞാൻ 24 എന്നുള്ളത്, 24 എന്ന് പറയുന്ന വാല്യൂ ആ ഏജ് എന്ന് പറയുന്ന വാരിയബിളിലോട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിനുശേഷം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, എനിക്ക് ഇത് പ്രിൻറ്റ് ചെയ്ത് കാണിക്കണം, എനിക്കിത് കൺസോളിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സി ഔട്ട് ഉപയോഗിക്കുന്നു, ഇൻസേർഷൻ ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു വാരിയബിളാണ് ഇവിടെ പ്രിൻറ്റ് ചെയ്ത് കാണിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഡബിൾ കോട്ട്സ് ഉപയോഗിക്കാതെ ആ വാരിയബിളിൻ്റെ പേര് എന്താണോ അത് നമ്മൾ ഉപയോഗിക്കുകയാണ്. എന്നിട്ട് നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് 24 കിട്ടും. ഓക്കെ, ഇവിടെ നമ്മൾ എന്താണ് ചെയ്തത്, ആദ്യം ഒരു ഇൻറ്റ് ഏജ് എന്ന് പറയുന്ന ഒരു വാരിയബിൾ ഡിക്ലെയർ ചെയ്തു. അതിനുശേഷം ആ ഏജിലോട്ട് 24 എന്ന് പറയുന്ന വാല്യൂ സേവ് ചെയ്തു. അതിനുശേഷം സി ഔട്ട് വഴി ഏജ് എന്നുള്ള ആ ഒരു വാരിയബിൾ ഡിസ്പ്ലേയിൽ പ്രിൻറ്റ് ചെയ്ത് കാണിച്ചു. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൽ ചെയ്തത്. ഇത് നമുക്ക് ഒന്നും കൂടെ കുറച്ചും കൂടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കുറച്ച് ലൈൻസിൻ്റെ എണ്ണം കുറച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ നേരത്തെ ചെയ്തത് ഇൻറ്റ് ഏജ് എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്ത് അടുത്ത സ്റ്റെപ്പിലാണ് നമ്മൾ ഏജ് ഈസ് ഈക്വൽ ടു 24 എന്നുള്ള വാല്യൂ അതിലോട്ട് അസൈൻ ചെയ്ത് നമുക്ക് ഈ 2 സ്റ്റെപ്പും ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് വാല്യൂ ഇനീഷ്യലൈസ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻറ്റ് ഏജ് ഈക്വൽ ടു 24 എന്ന് ഞാൻ ഒറ്റ ലൈനിൽ ഇനീഷ്യലൈസ് ചെയ്തു. അതായത് ആ വാല്യൂ ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ ഞാൻ അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ വാല്യൂ അസൈൻ ചെയ്തു. ഇങ്ങനെ ചെയ്യുന്നതിനാണ് നമ്മൾ വാരിയബിൾ ഇനീഷ്യലൈസ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? അപ്പോൾ എന്നിട്ട് നമ്മൾ വാല്യൂ കൊടുത്ത ശേഷം സി ഔട്ട് നമ്മൾ പോയിട്ട് നമ്മൾ ഏജ് എന്നുള്ള വാരിയബിൾ പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എന്താണ് ഉണ്ടാവുന്നത്, ഇപ്പോൾ നമുക്ക് തൽക്കാലം ഇത് ക്ലിയർ ചെയ്ത് കളയാം. എന്നിട്ട് നമ്മൾ റൺ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുന്നത്, അപ്പോഴും നമുക്ക് 24 എന്ന് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കോഡ് ഒന്നും കൂടെ ഒപ്റ്റിമൈസ് ചെയ്തിട്ട് ഇനീഷ്യലൈസ് ചെയ്യുന്ന വഴി ഇങ്ങനെയും പ്രിൻറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മൾ നേരത്തെ സ്ട്രിങ് വെച്ചൊരു ക്വസ്റ്റ്യൻ ചെയ്തു അല്ലേ. അതായത് ഒരു യൂസർ അയാളുടെ നെയിം ഇൻപുട്ട് ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ച് ആ യൂസറിനെ ഗ്രീറ്റ് ചെയ്യണം. അതേപോലെ തന്നെ നമ്മൾ ഇൻറ്റ് വെച്ച് പ്രോബ്ലം ചെയ്യാൻ പോവാണ്. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഒരു യൂസർ ആ യൂസറിനോട് നമ്മൾ അയാളുടെ ഏജ് എൻ്റർ ചെയ്യാൻ പറയണം. എന്നിട്ട് തിരിച്ച് അയാളുടെ ഏജ് എത്രയാണെന്ന് നമ്മൾ തിരിച്ച് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കണം. ഒരു സിമ്പിളായിട്ടുള്ള പ്രോഗ്രാമാണ്. നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച സ്ട്രിങ്ങിൻ്റെ പോലെ തന്നെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചെയ്യാനും പറ്റുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആരും വിഷമിക്കേണ്ട കാര്യമില്ല, നമുക്ക് ഈസി ആയിട്ട് പഠിച്ചു പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഈ ചോദ്യം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏജ് ഇൻപുട്ട് ചെയ്ത് തിരിച്ച് ഡിസ്പ്ലേ കാണിക്കാനാണ്. അപ്പോൾ ഏജ് വരുന്നതുകൊണ്ട് അതൊരു ഇൻറ്റിജർ ഡാറ്റ ടൈപ്പ് ആയിരിക്കും അല്ലേ, ഒരു ഇൻറ്റിജർ ഡാറ്റ ടൈപ്പ് ആയിരിക്കും. അത് ഇൻറ്റിജർ ഡാറ്റ ടൈപ്പ് ആയിരിക്കും. നമ്മൾ ഒരു വാരിയബിൾ വേണം നമുക്ക്, ഏജ് യൂസർ തരുമ്പോൾ അത് സ്റ്റോർ ചെയ്യാനായിട്ടൊരു വാരിയബിൾ വേണ്ട നമുക്ക്. ആ വാരിയബിൾ നമ്മൾ കൊടുക്കാൻ പോകുന്ന നെയിം എന്ന് പറയുന്നത് ഏജ് എന്നാണ്. അപ്പോൾ ഇൻറ്റ് ഏജ് എന്ന് പറയുന്നത് എന്തായാലും അതിൽ വേണം. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, യൂസറുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങണമെങ്കിൽ നമ്മൾ എന്തുപയോഗിക്കും, സീൻ ഉപയോഗിക്കും. സീൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ യൂസറുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങുക. സീൻ എന്ന് പറയുന്നത് ക്യാരക്ടർ ഇൻപുട്ടാണ്. അപ്പോൾ നമുക്ക് സീൻ വേണം. അതുപോലെ തന്നെ യൂസറോട് നമ്മൾ ചോദിക്കണം അല്ലേ, യൂസറോട് നമ്മൾ ആദ്യം നെയിം എൻട്രി ചെയ്യണം എന്ന് പറയണം. ആ ചോദ്യം കാണിക്കാൻ നമ്മൾ ഏതോ ഉപയോഗിക്കുക, സി ഔട്ടാണ് ഉപയോഗിക്കുക. അതേപോലെ തന്നെ യൂസർ തരുന്ന ഏജ് വാങ്ങിയിട്ട് അത് തിരിച്ച് ഡിസ്പ്ലേ ചെയ്യാനും നമ്മൾ ഉപയോഗിക്കുന്നത് സി ഔട്ടാണ്. അപ്പോൾ നമുക്ക് സി ഔട്ടും വേണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൽ വേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്താണ്, നമ്മൾ സി ഔട്ടിൽ എന്ത് ടൈപ്പ് ചെയ്യും, സി ഔട്ടിൽ യൂസറിനോട് എൻ്റർ യുവർ നെയിം എന്ന് പറയും. നെയിം യൂസർ എൻ്റർ ചെയ്യാൻ പറയും. എന്നിട്ട് നമ്മൾ ആ യൂസർ എൻ്റർ ചെയ്യുന്ന നെയിം സേവ് ചെയ്യാനായിട്ട് എന്ത് വേണം, നമുക്ക് ഒരു വാരിയബിൾ വേണം. അപ്പോൾ ആ വാരിയബിൾ ആദ്യം നമ്മൾ ഡിക്ലെയർ ചെയ്യണം അല്ലേ. നമ്മൾ എങ്ങനെ ഡിക്ലെയർ ചെയ്യുക, നമ്മൾ പഠിച്ചിട്ടുണ്ട് സിൻടാക്സ്. ആദ്യം ഡേറ്റ ടൈപ്പാണ്, അത് കഴിഞ്ഞിട്ട് വാരിയബിളിൻ്റെ നെയിമാണെന്ന്. ഇതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുക, ഇതിന് ശേഷം നമ്മൾ സി ഇന്നിൽ, അതായത് യൂസർ കൊടുക്കുന്ന ഏജിൻ്റെ വാല്യൂ സ്റ്റോർ ചെയ്യാനായിട്ട് നമ്മൾ സി ഇൻ ഉപയോഗിക്കും. എന്നിട്ട് ഈ സി ഇന്നിൽ നമ്മൾ ഏത് വാരിയബിളിലാണ് സ്റ്റോർ ചെയ്യുക,
ഏജ് എന്ന് പറയുന്ന വാരിയബിളിൽ ഇതിൻ്റെ വാല്യൂ സ്റ്റോർ ചെയ്യും. എന്നിട്ട് നമ്മൾ സി ഔട്ടിൽ എന്ത് കാണിക്കും? സി ഔട്ടിൽ നമ്മൾ എത്രയാണ് യു ആർ ഇന്ന ഇയേഴ്സ് ഓൾഡ്, അതായത് ഇപ്പോൾ ഏജിൽ ഇപ്പോൾ 24 ആണെങ്കിൽ 24 എന്ന് പറയുന്ന വാരിയബിൾ അതിൽ കാണിച്ചിട്ട് ഇയേഴ്സ് ഓൾഡ് എന്ന് കാണിക്കും. ഇതാണ് ഇതിൻ്റെ ഒരു വേഗമായിട്ടുള്ള നമ്മളുടെ ഒരു തോട്ട്. നമ്മൾ പ്രോസസ്സ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഇതിനെ നമ്മൾ എങ്ങനെ നമുക്ക് പ്രോഗ്രാമിങ്ങിലേക്ക് മാറ്റാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ അതിൻ്റെ എങ്ങനെയാണ് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ എഴുതി അല്ലേ. ഇനി നമ്മൾ അതിന് പ്രോഗ്രാം ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മളിപ്പോൾ പറഞ്ഞ ലോജിക്കിനെ നമ്മൾ സിൻടാക്റ്റിക്കലി കറക്റ്റായിട്ട് പ്രോഗ്രാമിലോട്ട് എഴുതാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് ആദ്യം നമുക്ക് യൂസറോട് ഏജ് എത്രയാണെന്ന് ചോദിക്കണം. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? സി ഔട്ടാണ്. അപ്പോൾ നമ്മൾ സി ഔട്ട് ഉപയോഗിച്ച് സി ഔട്ട് എന്നുള്ള കീവേഡ് എഴുതി ഇൻസേർഷൻ ഓപ്പറേറ്റർ ഇട്ടു. അത് കഴിഞ്ഞിട്ട് എൻ്റർ യുവർ ഏജ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്പ്ലേ ചെയ്യാണ്, അല്ലെങ്കിൽ ചോദിക്കുകയാണ് യൂസറിനോട് ഏജ് എന്താണെന്നുള്ളത്. എന്നിട്ട് നമുക്കപ്പോൾ എന്തായി എൻ്റർ, ഇപ്പോൾ നമ്മളിത് റൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കാണിക്കുക? എൻ്റർ യുവർ ഏജ് എന്ന് മാത്രം കാണിക്കുക. നമുക്ക് തിരിച്ച് അങ്ങോട്ടൊന്നും കൊടുക്കാനൊന്നും പറ്റില്ല. ഇപ്പോൾ നമുക്ക് ഇനി എന്താ വേണ്ടത്? ഈ എൻ്റർ യുവർ ഏജ് എന്ന് പറഞ്ഞ് യൂസർ ഒരു ഏജ് ഇൻപുട്ട് ചെയ്യുകയും ആ ഏജ് നമുക്ക് തിരിച്ച് കാണിച്ചു കൊടുക്കും വേണം. അപ്പോൾ നമുക്ക് സ്റ്റോർ ചെയ്യണം. യൂസർ കൊടുക്കുന്ന ഏജ് നമുക്ക് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഒരു വാരിയബിൾ വേണം. ഏത് ടൈപ്പ് വാരിയബിളാണ് വേണ്ടത്? ഇൻറ്റ് ടൈപ്പ് വാരിയബിളാണ് വേണ്ടത്. അപ്പോൾ അവിടെ നമ്മൾ ഇൻറ്റ് ഏജ് എന്ന് പറയുന്ന ഒരു വാരിയബിൾ ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് അതിന് ശേഷം എന്ത് ചെയ്തു? ഇത്ര ചെയ്താൽ മതിയോ? പോരാ. നമുക്ക് യൂസർ കൊടുക്കുന്ന ആ വാരിയബിൾ സ്റ്റോർ ചെയ്യാനുള്ള ഒരു സ്ഥലമാണ് നമ്മളിപ്പോൾ സെറ്റാക്കി വെച്ചേക്കുന്നത്. ആ വാരിയബിൾ നമുക്ക് സ്വീകരിക്കണം അല്ലേ. അപ്പോൾ നമ്മൾ എന്തതിന് ഉപയോഗിക്കുക? സി ഇൻ ഉപയോഗിക്കും. ക്യാരക്ടർ ഇൻപുട്ട് ഉപയോഗിക്കും. നമ്മൾ സി ഇൻ ഉപയോഗിച്ചു. സി ഇന്നിൽ നമ്മൾ എന്താണ്, നമ്മൾ ഏത് വാരിയബിൾ നെയിമാണ് ഉപയോഗിച്ചത്? ഏജ് എന്നുള്ള നെയിമാണ് ഉപയോഗിച്ചത്. അത് തന്നെ ഇവിടെ ഉപയോഗിക്കും. ഇപ്പം എന്തായി? നമുക്ക് യൂസർ എൻ്റർ യുവർ ഏജ് എന്ന് പറഞ്ഞപ്പോൾ ആ ഏജ് എൻ്റർ ചെയ്യാനുള്ള ഒരു സ്ഥലം വരെയായി. നമ്മൾ ഇതുവരെ റൺ ചെയ്ത് എന്താവും? നമ്മുടെ അടുത്ത് യൂസർ ചോദിക്കുകയാണ് എൻ്റർ യുവർ ഏജ് എന്ന് വന്നിട്ടുണ്ട്. എന്നിട്ട് തിരിച്ച് എനിക്ക് 24 എന്ന് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ എനിക്ക് തിരിച്ചെന്തെങ്കിലും റിട്ടേൺ ചെയ്യുമോ? ഇല്ല, ചെയ്യില്ല. കാരണം എന്താണ്? ഞാൻ വേറെ ഒരു സി ഔട്ട് എന്നുള്ള കീവേഡ് ഉപയോഗിച്ച് വേറെ ഒന്നും പറയുന്നില്ല. കാരണം എനിക്ക് തിരിച്ച് പ്രിന്റ് ചെയ്യണമെന്ന് പറയണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ് സി ഔട്ട്. ഞാൻ ഉപയോഗിക്കുകയാണ്. സി ഔട്ടിൽ ഞാൻ എന്താണ് പറയുന്നത്? നമ്മൾ ഡബിൾ കോട്ട്സ് എടുത്തു. യുവർ ഏജ് ഈസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? എനിക്ക് എവിടെയുള്ള ഏജാണ് പ്രിന്റ് ചെയ്യേണ്ടത്? ഏജ് എന്ന് പറയുന്ന വാരിയബിളിൽ എത്രയാണോ വാല്യൂ ഇരിക്കുന്നത് അതാണ് എനിക്ക് പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ ഞാൻ ഏജ് എന്ന് കൊടുത്തു. എന്നിട്ട് ഞാനിത് റൺ ചെയ്യാണ്. ഞാൻ ഇപ്പോൾ തൽക്കാലം ഇവിടെ ഉള്ളതൊക്കെ ക്ലിയർ ചെയ്തു. എന്നിട്ട് ഞാനിത് റൺ ചെയ്യാൻ പോവാണ്. ഇത് റൺ ചെയ്യുമ്പോൾ എന്തുണ്ടാവുന്നത്? എൻ്റർ യുവർ ഏജ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ 24 എന്ന് കൊടുത്തു. 24 എന്നപ്പോൾ യുവർ ഏജ് ഈസ് 24 എന്ന് തിരിച്ച് എനിക്ക് യൂസർ പ്രിന്റ് ചെയ്ത് കമ്പ്യൂട്ടറിൽ പ്രിന്റ് ചെയ്ത് കാണിച്ചു. അപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാം സക്സസ്ഫുൾ ആയിട്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ ലോജിക്ക് എഴുതി എന്നിട്ട് നമ്മൾ തിരിച്ച് VS വന്നപ്പോൾ കുറച്ചുകൂടെ എളുപ്പമായി കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു പേര് പ്രിന്റ് ചെയ്യുക, എങ്ങനെയാണ് ഇപ്പോൾ നമ്പർ, ഓൾ നമ്പർ പ്രിന്റ് ചെയ്യുക എന്നൊക്കെ പഠിച്ചു. ഇപ്പോൾ എനിക്കിനി ഇപ്പോൾ നമ്മൾ വിചാരിക്കുക എനിക്ക് എക്സാമിൽ 100-ൽ എനിക്കിപ്പോൾ ഒരു 99.5 മാർക്ക് കിട്ടി, 99.5 മാർക്ക് കിട്ടി. അത് ഞാൻ എങ്ങനെ സ്റ്റോർ ചെയ്യും? അപ്പോൾ നമ്മൾ ഇൻറ്റ് മെയിൻ ഉണ്ട്. നമ്മൾ അതിൻ്റെ ഉള്ളിൽ ടൈപ്പ് ചെയ്യാണ് ഇൻറ്റ് മാർക്ക് എന്ന് പറയുന്ന ഒരു വാരിയബിൾ ഞാൻ ഡിക്ലെയർ ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഇൻറ്റ് മാർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്. നമ്മൾ കമ്പ്യൂട്ടറിനോട് പറയുകയാണ് ഇൻറ്റ് എന്ന് പറയുന്ന ഒരു മെമ്മറിയിൽ ഇൻറ്റ് എന്ന് പറയുന്ന ഒരു വാരിയബിൾ സ്റ്റോർ ചെയ്യാനുള്ള മെമ്മറി അലോക്കേറ്റ് ചെയ്യണം. അതുകഴിഞ്ഞിട്ട് അതിന് കൊടുക്കുന്ന പേരെന്ന് പറയുന്നത് മാർക്ക് എന്നാണ്. എന്നിട്ട് ഞാൻ അതിലോട്ട് എൻ്റർ ചെയ്യാണ് മാർക്ക് ഈക്വൽ ടു 99.5 എന്ന് ഞാൻ എൻ്റർ ചെയ്തു. 5 എന്ന് എൻ്റർ ചെയ്തു. എന്നിട്ട് എനിക്ക് ജസ്റ്റ് ഇതൊന്ന് പ്രിൻറ്റ് ചെയ്ത് കാണിക്കണം. ഞാൻ അപ്പോൾ അതിന് സി ഔട്ട് ഉപയോഗിച്ച് സി ഔട്ടിൽ കൊടുക്കുകയാണ്. ഇൻസേർഷൻ കൊടുത്തു, ഡബിൾ കോട്ട്സ് കൊടുത്തു. ഡബിൾ കോട്ട്സ് വേണ്ട, കാരണം നമ്മൾ വാരിയബിളാണ് ഇതാക്കുന്നത്. മാർക്ക് കൊടുത്തു. നമ്മളത് മാർക്ക് കൊടുത്തു. അത് നമ്മൾ പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ പ്രിൻറ്റ് ചെയ്യാൻ പറയുമ്പോൾ എന്താണ്? ഞാനിവിടെ കുറേ ഇതൊക്കെ കിടക്കുന്നുണ്ട്. ഞാൻ ഇത് റൺ ചെയ്തു. റൺ ചെയ്യുമ്പോൾ എന്താണ് നിൽക്കുന്നത്? ഞാൻ ഇത് റൺ ചെയ്യാണ്. റൺ ചെയ്യുമ്പോൾ 99 എന്നാണ് വന്നേക്കുന്നത്. നമുക്ക് 99.5 ഉണ്ട് അല്ലേ. പക്ഷെ വന്നത് എന്താണ്? 99 എന്ന് മാത്രമാണ് വന്നത്. അതിൻ്റെ കാരണം എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻറ്റ് എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഇൻറ്റ് എന്ന് ഉപയോഗിക്കുന്നത് വോൾ നമ്പേഴ്സിനാണ്. -2 ബില്യൺ മുതൽ +2 ബില്യൺ വരെയുള്ള
വോൾ നമ്പേഴ്സ് നമുക്കതിൽ ആഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഡെസിമൽ നമ്പേഴ്സ്, അതായത് നമ്മൾ ഈ കുത്തിട്ട് ഇപ്പോൾ 99.5 എന്നൊക്കെ പറയില്ല, അങ്ങനെ പോയിന്റ് ഇട്ട് എഴുതുന്ന വാല്യൂസ് നമുക്ക് ഇൻഡ് എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പിൽ കാണിക്കാൻ സാധിക്കില്ല. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഫ്ലോട്ട് എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പ്. അപ്പോൾ നമ്മൾ ഈ ഇൻഡ് എന്നുള്ളത് മാറ്റി ഫ്ലോട്ട് ആക്കി എന്ന് വിചാരിക്കാം. എന്നിട്ട് നമ്മൾ റണ്ണ് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കൊടുത്ത പോലെ 99.5 എന്ന് വന്നിട്ടുണ്ട്. നേരത്തെ നമുക്ക് 99 എന്നാണ് വന്നത്, എന്നാൽ ഇപ്പോൾ അത് 99.5 എന്നായിട്ടുണ്ട്. നമ്മളത് കറക്റ്റായിട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്നത് ക്യാർ എന്ന് പറയുന്ന ഒരു ഡേറ്റ ടൈപ്പിനെ പറ്റിയിട്ടാണ്. ക്യാർ എന്ന് പറയുന്നത് നമുക്ക് ഒരൊറ്റ വാല്യൂ, അതായത് ഒരൊറ്റ ആൽഫബറ്റ്, ഒരൊറ്റ ഡിജിറ്റ്, ഒരൊറ്റ ക്യാരക്ടർ എന്നിവയൊക്കെ സേവ് ചെയ്യാനാണ് നമ്മൾ ക്യാർ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും എന്തുകൊണ്ട് നിങ്ങൾക്ക് സ്ട്രിങ് ഉപയോഗിച്ചാൽ പോരാ. ഈ സ്ട്രിങ് എന്ന് പറയുന്നു ഒരു സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്യാനുള്ളതാണല്ലോ. അപ്പോൾ ഈ സ്ട്രിങ്ങിൽ നമുക്ക് ഇതെല്ലാം സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാർ എന്ന് പറയുന്നത് വളരെ കുറച്ച് സ്പേസ് മാത്രമേ മെമ്മറിയിൽ എടുക്കുള്ളൂ. അപ്പോൾ നമ്മൾ സ്ട്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്യാറിനേക്കാളത്തെയും കുറച്ചുകൂടെ മെമ്മറി അതിനുവേണ്ടി അലോക്കേറ്റ് ചെയ്യും. അപ്പോൾ കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ട് കോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാർ എന്ന് പറഞ്ഞ് യൂസ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഒറ്റ ക്യാരക്ടർ മാത്രമാണ്, ഇപ്പോൾ നമ്മുടെ പേരിൻ്റെ ഇനീഷ്യലൊക്കെ ഉണ്ടായിരിക്കും, അത് മാത്രമാണ് നമുക്ക് സേവ് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് ക്യാർ ഉപയോഗിക്കാം. അപ്പോൾ എങ്ങനെയാണ് ക്യാർ ഉപയോഗിക്കേണ്ടത് നമുക്ക് നോക്കി നോക്കാം. ക്യാർ ഉപയോഗിക്കേണ്ടതും എക്സാക്ട്ലി സിമിലർ ആണ്. നമ്മൾ ബാക്കിയുള്ള ഡേറ്റ ടൈപ്പ് പോലെ തന്നെയാണ് അതിൻ്റെ സിൻടാക്സ് വരുന്നത്. നമ്മൾ ആദ്യം ക്യാർ എന്നുള്ള ഡേറ്റ ടൈപ്പിൻ്റെ പേര് കീവേഡ് വെച്ച് പറയുന്നു. അത് കഴിഞ്ഞിട്ട് എന്താണ് നമുക്ക് വേരിയബിളിന് നെയിം കൊടുക്കേണ്ടത്. ഇപ്പോൾ ഞാൻ ഇനീഷ്യൽ എന്നാണ് കൊടുക്കുന്നത്. ഞാൻ ഇനീഷ്യൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നെയിമാണ് കൊടുത്ത്. എന്നിട്ട് ഞാൻ ഇനീഷ്യൽ എന്നുള്ളതിൽ എന്താണ് സ്റ്റോർ ചെയ്യാൻ പോകുന്നത്, ഞാൻ സിംഗിൾ കോഡ്സ് ആണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, നമ്മൾ ക്യാർ സ്റ്റോർ ചെയ്യുമ്പോൾ നമ്മൾ സ്ട്രിങ് സ്റ്റോർ ചെയ്യുമ്പോൾ നമ്മൾ ഡബിൾ കോഡ്സ് ആണ് ഉപയോഗിക്കുന്നത്. അതിന് പകരം ക്യാരിൽ നമ്മൾ സിംഗിൾ കോഡാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഞാൻ എൻ്റെ ഇനീഷ്യൽ ആയിട്ടുള്ള എസ് എന്നുള്ള സ്റ്റോർ ചെയ്യണം, സെമികോളം കൊടുക്കുന്നു. എന്നിട്ട് നമ്മളത് പ്രിൻറ്റ് ചെയ്ത് കാണിക്കുകയാണ്. നമ്മൾ സി ഔട്ട് കൊടുക്കുന്നു. അതിൽ നമ്മൾ എന്താണ് നമുക്ക് പ്രിൻറ്റ് ചെയ്യേണ്ടത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. നമ്മളത് റൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമ്മൾ കൊടുത്തത് അതനുസരിച്ച് കിട്ടിയില്ല ഗൈസ്, ഒരു എറർ വന്നിരിക്കുന്നു. നമുക്ക് എന്താണ് എറർ നോക്കാം. ഞാനത് ക്ലിയർ ചെയ്ത് ഒന്നും കൂടെ റൺ കൊടുത്തിരിക്കുകയാണ്. പ്രശ്നമൊന്നുമില്ല, എസ് എന്ന് പ്രിൻ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അതിന് പകരം എസ് എന്നുള്ളതിന് പകരം എൻ്റെ എസ് എന്ന് കൊടുക്കുകയാണ് ഇനിഷ്യലി. അപ്പോൾ നമുക്ക് എന്താണ് പ്രിൻ്റ് ആവുക നോക്കാം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എറർ വരും. കാരണം എന്താണ്, നമുക്ക് ഒരൊറ്റ വാല്യൂ മാത്രമേ, ഒരൊറ്റ ഡിജിറ്റ് ആയിക്കോട്ടെ ക്യാരക്ടർ ആയിക്കോട്ടെ, എന്തായാലും ഒരൊറ്റ സാധനം മാത്രമേ നമുക്ക് അതിൽ, ഒറ്റ ക്യാരക്ടർ മാത്രമേ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് ക്യാർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ?